വെൽക്കം ബാക്ക് ടു ഇക്രേസ് വ്ലോഗ്സ്. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു അൺബോക്സിങ് വീഡിയോസായിട്ടാണ്. ഇന്ന് ഒരു ആമസോണിൽ നിന്ന് ഞാൻ കുറച്ചധികം സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഓരോ ദിവസങ്ങളായിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ ആദ്യത്തെ ഇന്നത്തെ ദിവസം വന്ന സംഭവങ്ങളാണ് ഞാൻ കാണിച്ചു തരുന്നത്. എനിക്ക് ഇപ്പോൾ വീട്ടിൽ കുറച്ച് പണികളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ചെറിയ മതിൽ പണിയും അതുപോലെ തന്നെ ചെറിയ പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വീട്ടിൽ കുറച്ച് ഓർഗനൈസേഴ്സും കാര്യങ്ങളും ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാണ് മെയിനായിട്ട് ഇന്ന് അൺബോക്സ് ചെയ്യുന്നത്. അതിൽ ആദ്യം വന്ന ഓർഗനൈസർ ഇതാണ്. ബാത്റൂമിലൊക്കെ സാധനങ്ങളൊക്കെ റെഡിയാക്കി വയ്ക്കുന്ന ഓർഗനൈസറാണിത്. പിന്നെ വന്നിരിക്കുന്നത് ഒരു സ്റ്റിക്കറാണ്. ഇത് ഞങ്ങൾ റൂമിൽ ഒരു സ്റ്റിക്കർ ഉണ്ടായിരുന്നു, ഓൾറെഡി ഉണ്ടായിരുന്ന ഒരു സ്റ്റിക്കർ. അതിൻ്റെ വേറെ ഒരെണ്ണം സെയിം സാധനം തന്നെ, കാരണം പെയിൻ്റ് അടിക്കുന്ന ഭാഗമായിട്ട് അത് റിമൂവ് ചെയ്ത് കളഞ്ഞു. അപ്പോൾ സെയിം സാധനം തന്നെ വീണ്ടും വാങ്ങിച്ചതാണിത്. നമുക്ക് ഇത് രണ്ടും അൺബോക്സ് ചെയ്യാം. അത് തന്നെ സ്റ്റിക്കറാണ് കേട്ടോ ഞാൻ അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. ഇതിപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഇത് വരുന്നത്. ഓരോരോ പാർട്സ് ആയിട്ടാണ്. അപ്പോൾ ഇത് നമ്മൾ അറേഞ്ച് ചെയ്ത് ഒട്ടിക്കുന്നത്. സ്റ്റിക്കർ നമുക്ക് ഓരോ പാർട്സായിട്ടാണ് കിട്ടുന്നത്. അതിന് നമ്മൾ ഓരോ ഭാഗങ്ങളായിട്ട് അറേഞ്ച് ചെയ്ത് ഒട്ടിച്ച് കൊടുക്കണം. അപ്പം ഞാൻ ഇത് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. പിന്നെ വരുന്നത് ഒരു ഓർഗനൈസറാണ്. വിത്ത് സ്റ്റാൻഡാണ് കേട്ടോ വന്നിരിക്കുന്നത്. 2 സ്റ്റാൻഡുകളുണ്ട്, മീൻസ് ഒട്ടിക്കുന്ന സംഭവമുണ്ട്. പിന്നെ ഇതുപോലെ 2 സ്റ്റാൻഡാണ്. നമുക്ക് ബാത്റൂമിലൊക്കെ ഫിക്സ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു ടൈപ്പാണ്. നമുക്ക് ഷാമ്പൂ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഓർഗനൈസ് ചെയ്ത് വെക്കാം. ഇതിൻ്റെ കൂടെ ഒരു അഡിസീവ് കിട്ടുന്നുണ്ട്. അഡിസീവിൽ നമുക്ക് ഇതുപോലെ ലോക്ക് ചെയ്ത് വെക്കാൻ പറ്റുന്ന സിസ്റ്റമാണ് ഉള്ളത്. അതിന് നമുക്ക് പിന്നീട് ഒട്ടിച്ചു കൊടുക്കാം. പിന്നെ നമുക്ക് സ്ക്രൂ ചെയ്ത് വെക്കാൻ പറ്റുന്നൊരു സിസ്റ്റം ഉണ്ട് കേട്ടോ. ഇതുപോലെയാണ് നമ്മളിപ്പോൾ ഇതിനെ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഒരു സൈഡിൽ ഞാൻ ഫിക്സ് ചെയ്ത് സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിലാണ് ഞാൻ വെച്ചത്. മുകളിലേക്കും വേണമെങ്കിൽ നമുക്ക് ഫിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ 2 സൈഡിലായിട്ടാണ് ചെയ്തത്. ഇന്ന് ഡേ 2 ആണ്. സത്യത്തിൽ സാധനങ്ങൾ വന്നിട്ട് ഡേ 2 ആണിന്ന്. അപ്പോൾ നമുക്ക് ഇന്ന് അൺബോക്സ് ചെയ്യാനായിട്ട് 1 2 3 4 5 ഐറ്റംസ് ആണ് കേട്ടോ ഉള്ളത്. നമുക്ക് 5 എണ്ണം അൺബോക്സ് ചെയ്യാം. അപ്പോൾ ഓരോന്നായിട്ട് അൺബോക്സ് ചെയ്യാം. ആദ്യം നമുക്ക് ചെറുതിന്ന് തുടങ്ങാം. ഏറ്റവും ചെറുത് ഇതാണ് കേട്ടോ. ഇതിലെന്തോ ഉള്ളത് നോക്കാം. പിന്നെ ടൂൾസൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിന് പിന്നെ ടൂൾസിൻ്റെ ആവശ്യമില്ല, കൈ കൊണ്ട് പിടിച്ച് കയറാവത്തുള്ളൂ. ഫാസ്റ്റ് അതിൻ്റെ കാർഡ് ഹോൾഡറാണ്. ഇതിനിപ്പോൾ എവിടെ നിന്ന് തുറക്കുക, പൊട്ടിക്കേണ്ടി വരുന്നു. വീണ്ടും ഞാൻ ഇതൊക്കെ ആയിട്ട് തിരിച്ചു വന്നിരിക്കുകയാണ്. ഇത് എങ്ങനെയാണ് ഫിക്സ് ചെയ്യുക എന്നൊന്നും എനിക്കൊരു ഐഡിയ ഇല്ല. ഇത് വണ്ടിയിൽ അത് വെക്കാനായിട്ടുള്ളതാണ്. ഇതിൻ്റെ ഗ്രൗണ്ട് കവർ റിമൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അവർ. തോന്നുന്നു ഈ ഗ്രൗണ്ട് കവറിൻ്റെ താഴെ സ്റ്റിക്കറാണ് തോന്നുന്നത്. അല്ല, ഇവിടെ ഇതുണ്ട്. ഇവിടെ ഡബിൾ സൈഡഡ് സ്റ്റിക്കർ ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ടാണ് ഇത് ഒട്ടിക്കേണ്ടത്. ഇതിൻ്റെ ഉള്ളിൽ കാർഡ് വെച്ചിട്ട് ഈ സാധനം വെച്ച് അടക്കിയാണെന്നാണ് തോന്നുന്നത്. ഓക്കെ, ഇതാ ഇങ്ങനൊരു സംഭവമാണ്. ഇത് നമുക്ക് കാറിൽ ഫിക്സ് ചെയ്യാം. ഇനി അടുത്ത പരിപാടി ഇതെന്താണ് അടുത്തത്? എന്തുവാന്നൊന്നും അറിഞ്ഞുകൂടാ. എന്തൊക്കെയോ കുറേ കുത്തിയിരുന്ന് ഓർഡർ ചെയ്തായിരുന്നു. സാധനങ്ങൾ ഇത് കണ്ടപ്പോൾ ഇത് ഓക്കെ. ഇതൊരു ഷോക്കേസ് പീസാണ് കേട്ടോ. അതെനിക്ക് കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് വാങ്ങിച്ചതാ. കുഞ്ഞൊരു ബുദ്ധ, കുഞ്ഞൊരു ബുദ്ധ. ഇതിനൊപ്പം തന്നെ ബുദ്ധനെ ഹോൾഡ് ചെയ്യുന്നൊരു ഇതാണ് കേട്ടോ. അത്
പോലെ ചെറിയൊരു ഷോ പീസാണ്. ഇങ്ങനെ കണ്ടപ്പോൾ എല്ലാ ഷോ പീസസും നോക്കി ഇഷ്ടപ്പെട്ട പോലെ എടുത്തതാണ് കേട്ടോ. ഇവിടെ ഷോ കേസിൽ വെക്കാമെന്ന് വിചാരിച്ചിട്ട്. ആൻഡ് അനദർ വൺ. അടിപൊളി പാക്കിംഗ് ആണ് എന്തായാലും. ഇപ്പൊ ഇവിടെ കടിച്ചെടുപ്പാക്കേണ്ട പരിപാടി എനിക്കുള്ളതാണ്, അല്ലെങ്കിൽ എൻ്റെ അമ്മ വീട്ടിൽ നിന്ന് പുറത്താക്കുന്നതായിരിക്കും. പ്രശ്നം തന്നെയാണ് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ ഇനി വേറെ ബോക്സിൻ്റെ ഉള്ളിൽ ബോക്സ്, അതിൻ്റെ ഉള്ളിൽ വേറെ കുറെ പേപ്പറും തുണികളും. ഭയങ്കര അടിപൊളിയായിട്ട് അവർ പാക്ക് ചെയ്തിരിക്കുന്നത് പൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇതാണ് ഈ കൃഷ്ണനാണ് കേട്ടോ. ഇത് ഞാൻ കാറി വെക്കാനുള്ള ഐഡിയയിൽ വാങ്ങിച്ചതാണ്. എനിക്കിങ്ങനെ കാറിന്റെ ഫ്രണ്ടിൽ ഒട്ടിക്കാൻ വേണ്ടി. ഇനി ഉള്ളത് ഏറ്റവും വലിയ സാധനം. ഇങ്ങനെ വരുന്നൊരു സംഭവമാണ് ഇത്. ഇതുപോലെ വരും. ഇതിൻ്റെ ഉള്ളിൽ ഇതിനെ ഓർഗനൈസ് ചെയ്ത് കൊടുത്ത് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിക്കാണ് കണ്ടത്. 100 സംതിങ് റേറ്റ് ആണ് ഇതിന് വന്നിട്ടുള്ളൂ കേട്ടോ. ഇതുപോലെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റിക്കറാണ്. ഞാൻ ഇത് ഓൾറെഡി പൊളിച്ചു കേട്ടോ. കുറച്ച് പൊളിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് അൺബോക്സ് ചെയ്യേണ്ടി വന്നില്ല, കാരണം ആദ്യം വന്നപ്പോൾ എന്താണെന്ന് അറിയാൻ വേണ്ടി പൊളിച്ചു നോക്കിയായിരുന്നു. ഇങ്ങനെ വരുന്നതാണ്. ഇങ്ങനൊരു സംഭവമാണ് ഇത്. കിച്ചൺ ക്യാബിനറ്റിൽ ഒന്ന് റിമേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ. അവിടെ ഉപയോഗിക്കുന്ന ഭാഗത്തിൽ വൃത്തിക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ചെയ്ത. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള സംഭവങ്ങൾ. ടൈപ്പിങ്ങുണ്ട്. കിച്ചൺ ക്യാബിനറ്റിൽ ഒരു 4-5 ഉണ്ട് ഒരു സെറ്റിൽ തന്നെ കിട്ടിയതാണ്. ഇതൊരു 100 സംതിങ് റേറ്റിന് കിട്ടിയതാണ് കേട്ടോ. സോ നമ്മുടെ വീഡിയോയിൽ ഇപ്പോൾ ഇത്രയധികം സാധനങ്ങൾ ഞാൻ അൺബോക്സ് ചെയ്ത് നിങ്ങളെ വെറുപ്പിച്ചിട്ടുണ്ട്. ഇനിയും കുറച്ച് സാധനങ്ങളൂടെ വാങ്ങാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഡോണ്ട് ഫോർഗെറ്റ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇത്രയുള്ള വീഡിയോ. ബൈ.